രാമപുരം പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരിയുടെ സമ്മതത്തോടെ അദ്ദേഹം ദളിത് കുടുംബങ്ങളിലേക്ക് പോവുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ പോംവഴികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. അവരക്ഷരജ്ഞാനം ഇല്ലാത്തവരായിരുന്നതുകൊണ്ട് അന്നത്തെ രീതിയിലുള്ള ആശാൻ കളരികൾ ആരംഭിച്ചു. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി സാമ്പത്തിക ശേഷിയുള്ളവരോട് പണം ചോദിച്ചു വാങ്ങി അവർക്ക് നൽകി. പ്രചോദനാത്മകമായ ചിന്തകൾ നൽകി അവരെ ലക്ഷ്യബോധത്തിലേക്ക് വളർത്തി. അതുപോലെ തന്നെ ധാർമ്മിക മനുഷ്യരായി ജീവിക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ അവർക്ക് നൽകി. കുടുംബ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും അവരെ സഹായിച്ചു. ഇത് ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് നടന്ന കാര്യമാണെന്ന് നമ്മൾ മറക്കരുത്. ഇന്ന് ദളിതർക്ക് മേൽവിലാസമുണ്ട്. അവർ വലിയ വോട്ട് ബാങ്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതൊന്നുമില്ലാതിരുന്ന കാലത്താണ് അവരുടെ അഭ്യുന്നതിക്കും വികസനത്തിനും വേണ്ടിയിട്ട് തേവൂർപറമ്പിൽ കുഞ്ഞച്ചൻ തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തെ സാംസ്കാരിക കേരളം നവോത്ഥാന നായക പട്ടികയിലേക്ക് എടുത്തുയർത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. രാമപുരത്തിന് അടുത്ത 10-12 സ്ഥലങ്ങളിലാണ് അദ്ദേഹം ശുശ്രൂഷ നിർവഹിച്ചത്. അതിരാവിലെ ഭക്ഷണം കഴിഞ്ഞ് കുടികളിലേക്ക് അദ്ദേഹം പോകുമായിരുന്നു. ഇടവേളകളിലൊന്നും ഭക്ഷണമില്ല. സന്ധ്യാസമയത്ത് തിരിച്ച് പള്ളിമേടയിൽ എത്തുമ്പോഴാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ദളിതർക്ക് വേണ്ടി സ്വയം കത്തിയെരിഞ്ഞ് തീർന്ന ഒരു മെഴുകുതിരി പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ ജീവിതത്തെ ദൈവം വിലമതിച്ചു. 1973 ഒക്ടോബർ 16 നിത്യസമ്മാനത്തിനു വേണ്ടി അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. 2006 ഏപ്രിൽ 30 ബെനഡിക്ട് 16 മാർപ്പാപ്പ തേവൂർപറമ്പിൽ കുഞ്ഞച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു.